ചിന്ന ചിന്ന ആശയ് ഇപ്പോൾ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. ഇന്ദ്രൻസ് നായകനായിട്ടുള്ള ഒരു സിനിമയാണ്. മാധുവാണ് ഇന്ദ്രൻസിൻ്റെ നായിക. ബനാറസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് അതിൽ ആരംഭം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സിനിമയുടെ ബനാറസിനെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു കഥയായതുകൊണ്ട് തന്നെ, വടക്കേ ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയായതുകൊണ്ട് തന്നെ സംവിധായികയായിട്ടുള്ള വർഷ വാസുദേവ് അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആ സിനിമയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കളർ ടോൺ വളരെ ഗംഭീരമായിരിക്കും. ഒരു മിനിറ്റിൽ അകത്ത് വരുന്ന ചില സമയത്ത് ചെറിയ നാടകം അതിനകത്ത് വരുന്നുവെങ്കിൽ പോലും അതൊരിക്കലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ കളർ ടോൺ ആ സിനിമയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബ്ലസ്സിയുടെയോ ശ്യാമപ്രസാദിൻ്റെയോ ഒക്കെ സിനിമകൾ കാണുന്ന തരത്തിലുള്ള ഒരു പ്രതീതി, ഒരു ഫീല് ആ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാം. പക്ഷേ എന്നാൽ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്, സിനിമയാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അവസാന ഭാഗം, അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആസ്വാദകന് അല്ലെങ്കിൽ പ്രേക്ഷകന് അവൻ്റെ മനസ്സിനെ കുത്തുവലിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ പാടില്ല. അല്പം ഒരു സന്തോഷം, അല്പം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഇടേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇതിൻ്റെ അവസാനം ക്ലൈമാക്സ് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ കുത്തുവലിക്കുന്ന തരത്തിലേക്കാണ് ക്ലൈമാക്സ് കൊണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഫീല് ആ സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതൊരു വിമർശനമായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ അത് എഴുത്തുകാരി ആ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ആ കഥ കൊണ്ടുപോകുന്നതിൻ്റെ വഴിയിലൂടെ ആയിരിക്കാം ആ ക്ലൈമാക്സ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, സിനിമ നല്ലൊരു സിനിമയാണ്. ഇന്ദ്രൻസിൻ്റെ പക്വതയാർന്ന അഭിനയം കണ്ടു പഠിക്കേണ്ടത് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം മലയാളത്തിലെ മിക്ക ചില നടന്മാരും പക്വതയോടുകൂടിയുള്ള അഭിനയം, നാച്ചുറലായിട്ടുള്ള അഭിനയം പകർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ആ സിനിമ കാണുന്നത് കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. ഇൻഡസ്ട്രിയിൽ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള സംവിധായികയാണ് വർഷ വാസുദേവ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്.